വെച്ച് കഴിഞ്ഞ് ഈ ഇല കണ്ടപ്പോൾ കഴിച്ച സാധനത്തിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താ കഴിച്ചതെന്നല്ലേ? വായോ കാണിച്ചു തരാം. ചേച്ചിയേ ചേച്ചിയേ ചേച്ചീനെ വിളിച്ച് ഞാൻ ഈ കയറി പോണത് ജിഷേച്ചിയുടെയും രാജേട്ടൻ്റെ കലവറയിലേക്കാണ് കേട്ടാ. ഇന്ന് അവിടെ ചെറിയൊരു സദ്യ ഒരുക്കുണ്ട്. അതിൻ്റെ മണം റോട്ടീന്നേ എനിക്ക് കിട്ടി. മണം പിടിച്ച് അകത്തെത്തിയപ്പോഴാ ചോറും പായസമൊക്കെ 4-5 കൂട്ടം കറികളായിട്ട് പരിപാടി നടക്കണ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കണം. അവിടെ എത്തി അവരൊക്കെ ഒരു നോക്ക് കണ്ടതിന് ശേഷം അവർക്കുള്ള വണ്ടി വന്നപ്പോൾ കയറ്റി വിട്ട് ടാറ്റയും കൊടുത്ത് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിലീഫ് കാറ്ററിംഗ്. വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ, ഇനി ചെറിയൊരു ചായ സൽക്കാരത്തുള്ള പലഹാരങ്ങളായിക്കോട്ടെ, എല്ലാം നല്ല രുചിയോടും കൃത്യതയോടും കൂടി ഇവരുണ്ടാക്കി തരൂ കേട്ടോ. പുതിയതായിട്ടൊരു കാര്യം കൂടി ഇവിടെ തുടങ്ങുകയാണ്. ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാം. അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് സ്നേഹത്തോടെ അവരെനിക്ക് തന്ന പങ്കുകൊടുത്ത് ഞാൻ വീട്ടിൽ പോന്നു. ആദ്യം കാളം കൂട്ടിയൊരു പിടി, പിന്നെ അവിയൽ, മസാലക്കറി. എൻ്റെ പൊന്നോ, വെജ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഞാൻ വാരി വലിച്ച് കഴിക്കണണ്ട നിങ്ങൾ. പിന്നെ ഈ പായസത്തിൻ്റെ രുചിനെ പറ്റി വർണ്ണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടാ. ഇത്രയും രുചി അടപ്രഥമൻ എങ്ങനെയാണാവോ? ജിഷേച്ചിയുടെ കൈപ്പുണ്യ സ്നേഹമൊക്കെ അതിലുള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ റിലീഫ് കാറ്ററിങ്ങിനും എനിക്ക് വേണ്ടി ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.